ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനും ആകാശും കൂടെ അലോകിൻ്റെ തല ഇറക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന സമയത്ത് ബാലൻ തടഞ്ഞു നിർത്തുവാണല്ലോ. എന്നിട്ട് പറയുവാണ്, അങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തം പെങ്ങളുടെ തല തന്നെ അറുത്തിട്ടിട്ട് എന്നോടാ പോവാൻ. അത് കേൾക്കുമ്പോൾ അവർ ആലോകിനെ കൊല്ലണമെന്നുള്ള മനസ്സ് അവർക്ക് മാറ്റിയെടുക്കുക കേട്ടോ ബാലൻ. എന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനെ നാണം കെട്ട് നാറി നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്ക്. നിന്റെ പെങ്ങളല്ലേ അവനെ വിളിച്ച് വിമുറിക്കകത്ത് കയറ്റിയത്. നീ അവനെ കൊല്ലാൻ ചെല്ലുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും മറ്റുള്ളവരും ഒക്കെ അറിയും എന്തിനാണ് നമ്മളത് ചെയ്തതെന്ന്. അപ്പോൾ സ്വന്തം അനിയത്തിയുടെ മുറിയിൽ നിന്നാണ് അവനെ പിടിച്ചിറക്കിയെന്ന് അറിഞ്ഞാൽ അനിമോൾക്കൊരു ജീവിതം ഉണ്ടാവുമോടാ. അതുകൊണ്ട് അവളുടെ ഭാവി കൂടെ നമ്മൾ നോക്കണ്ടേ. ഏവൻ്റെങ്കിലും കയ്യിൽ പിടിച്ച് കെട്ടിച്ച് വിടണ്ടേ അവളെ. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളതിനൊന്നും പുറപ്പെടണ്ട. അങ്ങനെ എൻ്റെ വാക്ക് ധിക്കരിച്ച് പോകണമെങ്കിൽ സ്വന്തം പെങ്ങളെ തന്നെ കൊന്നിട്ട് വേണം അവനെ കൊല്ലാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിക്കുകയാണ്. ആകെ ടെൻഷനായി അവർ രണ്ടുപേരും കൂടി രാത്രി ഭക്ഷണമൊന്നും കഴിക്കാണ്ട് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനാക്ഷി വന്ന് ആഹാരം കഴിക്കാൻ രണ്ടുപേരെയും വിളിക്കണമെങ്കിലും ആകാശും ആര്യനും അതിന് തയ്യാറാവണില്ല. ഇല്ല, ഞങ്ങൾക്ക് വേണ്ട, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ വാശിയും ദേഷ്യം പിടിച്ചിരുന്നാൽ എന്ത് ചെയ്യാനാവുമെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം? ആ ഒരുമ്പെട്ടവൾ, അവൾ കാരണമല്ലേ ഏട്ടത്തി ഇവിടെ ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്തൊക്കെ നഷ്ടങ്ങളാണ്, എന്തൊക്കെ സങ്കടങ്ങളാണ് നമുക്കുണ്ടാക്കിയത്. അവളെ നമ്മൾ അങ്ങനെയാണോ വളർത്തിക്കൊണ്ട് വന്നത്? അവൾക്ക് അല്ലെങ്കിൽ തന്നെ അവൾക്ക് അറിയില്ലേ ജനിച്ച കാലം മുതൽ അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുന്നേ കൃഷ്ണമംഗലത്തുള്ളവരുമായിട്ട് നമ്മളുടെ ശത്രുത എന്താണെന്നുള്ളത്? ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവൾ അവനെ പ്രേമിക്കാനും വീട്ടിൽ വിളിച്ച് കയറ്റാനും നോക്കിയത്. നാണക്കേട്. ഇനി എങ്ങനെ മുന്നോട്ട് എനിക്ക് അവൻ്റെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെയാണ് നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. നമ്മുടെ അനുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടില്ലേ? ഇല്ലാത്തതുകൊണ്ടാണോ അവൻ്റെ പിറകെ പ്രേമമൊന്നും പറഞ്ഞ് നടന്നത്? ദേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവളുടെ പ്രായം എന്താണ്? ആ പ്രായമല്ലല്ലോ നമ്മുടെ പ്രായം. നമ്മുടെ അത്ര പക്വതയും വിവരവും ഒന്നും അവൾക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അവൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു സ്നേഹത്തോടു കൂടി അങ്ങനെ പോയി കഴിഞ്ഞാൽ കൃഷ്ണമംഗലവും ദേവമംഗലവും തമ്മിലുള്ള ഒരു വൈരാഗ്യം പണ്ട് മുതലേ ഉണ്ടല്ലോ, അതങ്ങ് മാറി കിട്ടിയാലോ എന്ന് ചിലപ്പോൾ അവളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, പിന്നെ തോന്നാൻ പോണു അവളെ ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ദേഷ്യം വന്നിട്ടൊന്നും വയ്യ എന്ന ആര്യം പറയാം. വീണ്ടും മീനാക്ഷി പറഞ്ഞിട്ട്, നിങ്ങളെ വിചാരിക്കണ പോലെ അല്ല അവളുടെ സത്യാവസ്ഥ, അവളുടെ നിരപരാധിത്വം നിങ്ങൾ മനസ്സിലാക്കും. അവൾ ശരിക്കും പറഞ്ഞാൽ അലോകിൻ്റെ കൂടെ ഇഷ്ടത്തിലായിരുന്നു. എന്നിട്ട് പിന്നീട് അവൾ ആ ഒരു ബന്ധം വേണ്ടാന്ന് വെച്ചു. ഇത് ശരിയാവില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ടുള്ള വാശിക്ക് റിവെഞ്ചിനാണ് അവൻ തിരിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്നത്. അവിടെ കയറി വരുമ്പോൾ ഈ മുറിയിൽ വെച്ച് അവളെയും അവനെയും കൂടെ ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഉദ്ദേശം നടക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? ദേ ഏട്ടത്തി അവൾക്ക് വേണ്ടി വാദിക്കല്ലേ? അപ്പോൾ ആകാശിന് ദേഷ്യം വരുക. എടി മീനാക്ഷി, അപ്പോൾ നിനക്ക് നേരത്തെ അറിയാമായിരുന്നല്ലേ അവർ തമ്മിൽ പ്രേമത്തിലായിരുന്നു? അയ്യോ, എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അവൾക്ക് ആരുമായിട്ടും ഒരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്നിട്ട് നീ ഞങ്ങളോട് എന്താ പറയാത്തത്? അതെങ്ങനെയാണ്? ഒന്ന് ജസ്റ്റ് ഒന്ന് തോന്നിയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാം തുറന്ന് സംസാരിക്കുകയും തുറന്ന് പെരുമാറുകയും ചെയ്യണമല്ലേ. അപ്പോൾ അത്രയും അടുത്ത ഫ്രണ്ട്സുകളും അവർക്കുണ്ടാവും. വെറുതെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ക്ഷമിച്ചതും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കാത്തതും. പക്ഷേ നിങ്ങളെ പെങ്ങളെ വിശ്വസിക്കണം. അതിന് കുറച്ച് സമയമെടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നല്ല നാളെയായാലും നിങ്ങൾ അവളുടെ നിരപരാധിത്വം നിങ്ങൾ മനസ്സിലാക്കും. എന്ത് നിരപരാധിത്വം? ഇതിൽ കൂടുതൽ ഇനി എന്ത് വരാനിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗോമതി അങ്ങോട്ട് വരിക കേട്ടോ. എന്താ അമ്മേ, എന്താ അമ്മയുടെ മുഖം ഇങ്ങനെ വല്ലാണ്ടിരിക്കണമെന്ന് ചോദിക്കുകയാണ് മീനാക്ഷി. എടാ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മുടെ ആനന്ദ് ഇതുവരെയെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ടോ? നിങ്ങൾ നോക്കിയോ? ശരിയാണല്ലോ, മണി ഇത്രയായല്ലോ. ആനന്ദേട്ടൻ്റെ എവിടെ പോയി? ആനന്ദ് ആകെ പ്രയാസപ്പെട്ട രാവിലെ തന്നെ പോയത്. എന്നോട് വഴക്കം കൂടെ കൂടിയിട്ടാണ് പോയത്. അതെയോ? എനിക്ക് നല്ല പേടിയുണ്ട്. അവൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലേ. അവൻ ഇതുവരെ വന്നില്ല. അമ്മ വിഷമിക്കാതെ. ഒരു കാര്യം ചെയ്യും, ആര്യ നീ ബൈക്കിൻ്റെ താക്കോൽ എടുത്തിട്ട് വാ, നമുക്ക് രണ്ടും കൂടെ ഒന്ന് പുറത്തോട്ട് പോയി നോക്കാം. അങ്ങനെ ആര്യനും ആകാശം കൂടെ ബൈക്കിൽ റോഡിലൊക്കെ പോവുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദേവി നല്ല വിഷമത്തിലാണ്. ദേവിയും പോയി സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ, മീനാക്ഷിയും ഗോമതിയും കൂടെ. പക്ഷേ ദേവി പറയുന്നുണ്ട്, ഏട്ടന് പഴയ പോലെ അല്ല അമ്മേ, ഒരുപാട് മാറിപ്പോയി. ഏട്ടന് ആ മനസ്സ് നിറച്ചും കുഞ്ഞെന്നുള്ള ആ ഒരു ചിന്തയിലിരുന്നത് കൊണ്ട് പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടപ്പോൾ മൊത്തത്തിൽ കൈവിട്ടു പോയി. മനസ്സ് തകർന്ന ഇപ്പോൾ 2 ദിവസം കൊണ്ട് നടക്കുന്നത്. ഏട്ടൻ എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് ഒന്നും ഏട്ടന് എന്നെ അറിയില്ല. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. രാവിലെ അമ്മയോട് കണ്ടില്ലേ കയർത്ത് സംസാരിച്ചത്? അത് ഇന്ന് വരെയെങ്കിലും ഏട്ടൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? ഇന്ന് എന്തുകൊണ്ടാണെന്ന് അറിയോ അങ്ങനെ ചെയ്തത്? മനസ്സ് ഏട്ടൻ്റെ അടുത്തല്ല, മനസ്സ് കൈവിട്ട് പോയിരിക്കുന്നു. എന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഏട്ടത്തി ഒന്നും കൊണ്ടും പേടിക്കണ്ട.
എന്തായാലും ആനന്ദേട്ടൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല, സമാധാനത്തോടെ ഇരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ദേവീനെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്താണ് കേട്ടോ. ഈ സമയത്ത് റോഡിലും കടയിലും ഫർണിച്ചർ കടയിലും അവിടെ ഇവിടെ എല്ലാ ബസ് സ്റ്റാൻഡിലും ഒക്കെ പോയി തിരയുന്നുണ്ട്. നമ്മൾ ആര്യനും ആകാശം കൂടെ ആനന്ദിനെ കാണുന്നില്ല. അവസാനം അവർ ലാസ്റ്റായിട്ട് നമുക്കൊന്ന് ബീച്ചിലൊക്കെ ഒന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് പോകുമ്പോഴാണ് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കുടിച്ച് ബോധമില്ലാത്തൊരവസ്ഥയിലാണ് ആനന്ദ് അവിടെ ഇരിക്കുന്നത്. അവിടെ ചെന്ന് രണ്ടുപേരും കൂടെ താങ്ങിയെടുക്കുകയാണ്. എന്തിനാടാ നീയൊക്കെ ഇങ്ങോട്ട് വന്നത്, ഞാനിപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ആനന്ദ് പരസ്പരം ഒരു ബോധമില്ലാത്ത രീതിയിൽ സംസാരിക്കുക. നീയൊക്കെ പൊക്കോ, ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല, ഞാനിവിടെ ഇരുന്നോളാം. എന്താ ഏട്ടാ ഇങ്ങനെ പറയുന്നത്, ഇവിടെ ഒന്നും ശരിയല്ല അത്രയ്ക്ക്, വാ നമുക്ക് പോവാം എന്നും പിടിച്ച് വലിച്ച് ചെരുപ്പൊക്കെ അങ്ങോട്ട് ഇട്ടേ എന്നും പറഞ്ഞ് കാലിൽ ചെരുപ്പെല്ലാം വലിച്ച് കയറ്റിയിട്ട് ബൈക്കിൽ തന്നെ പിടിച്ച് കയറ്റാം കേട്ടോ. നടുക്കിരുത്തിയിട്ട് പുറകിലേക്ക് നമ്മുടെ ആകാശം ഇങ്ങനെ പിടിച്ച് വെച്ചേക്കാണ് ആനന്ദിനെ. ആരും തന്നെയാണ് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വന്നത്. വന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവർ വിചാരിക്കുന്നുണ്ട് അമ്മയും ഏട്ടനും ആരും കാണാണ്ട് നമുക്ക് ഏട്ടനെ കൊണ്ട് അങ്ങ് മുറിയിൽ കിടത്താം, കാരണം അത്രയ്ക്ക് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. പക്ഷേ കയറി വരുമ്പോൾ തന്നെ അവിടെ മീനാക്ഷിയും ഗോമതിയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഗോമതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്ത് പണിയാടാ നീ കാണിച്ചത്, നീ ഇതെവിടെ ചെന്ന് കിടക്കായിരുന്നു, പറ, ഈ ഗതിയായോ നിനക്ക്, നീ ഇങ്ങനെ മാറിയോ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇവിടെ ഒരുത്തി ഇരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിനക്ക് ചിന്തയുണ്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ വഴക്കൊടുക്കാട്ടോ. ഒരുത്തി എല്ലാം വരുത്തി വെച്ചിട്ടെന്നുള്ള രീതിയിൽ ആണെന്നാണെങ്കിൽ ആർക്കും മോഹം കൊടുക്കാണ്ട് ഞാൻ ഇതിനകത്ത് കയറുന്നില്ല, എനിക്ക് പോകണം, ഞാൻ ഈ വീട്ടിൽ വരുന്നത്, ഈ വീട് എനിക്ക് ഇഷ്ടമല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഗോമതിയെ നോക്കി പറയാം. തൊട്ടിൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തൊട്ടിൽ വാങ്ങാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞുകൂടാ, പറ. അപ്പോഴത്താണ് പെട്ടെന്ന് ഗോമതി അന്തം വിട്ട് പോവാട്ടോ. മീനാക്ഷി എപ്പോഴും ആ ഒരു ചിന്തയിലാണല്ലോ ഇരിക്കുന്നത്. ഞാനിത് തൊട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇപ്പോൾ ഇതെല്ലാം പ്രശ്നമായത്. നിങ്ങളൊരു വാക്ക് പറഞ്ഞോ എന്നോട്, തൊട്ടിലൊന്നും വാങ്ങാൻ പാടില്ലെന്ന് നേരത്തെ കൂട്ടി പറയണമായിരുന്നു, എങ്കിൽ ഞാൻ ഇതൊന്നും വാങ്ങി വരില്ലായിരുന്നല്ലോ. തൊട്ടിൽ വാങ്ങി വെച്ചത് കൊണ്ടാണ് എനിക്ക് പേര് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. എല്ലാം തീർന്നില്ലേ, എല്ലാം പോയില്ലേ, എല്ലാം കൈവിട്ട് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലണം കേട്ടോ. ദേവി അവിടെ കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ആനന്ദ് വന്ന് കയറുമ്പോൾ തന്നെ ദേവിക്കും നല്ല മനസ്സിലായി ആനന്ദ് കുടിച്ച് ലക്കില്ലാതെയാണ് വന്നിരിക്കുന്നതെന്ന്. വന്നിരുന്നിട്ട് തന്നെ അങ്ങനെ വല്ലാത്തൊരവസ്ഥ ഇരിക്കുക കേട്ടോ. ദേ ആ കാണുന്ന തൊട്ടിൽ കണ്ടോ, അതാണ് ഇതിനെല്ലാത്തിനും കാരണം. അപ്പോൾ ദേവി പറയുന്നുണ്ട്, ആനന്ദേട്ടാ നിങ്ങളൊന്ന് സമാധാനപ്പെട്, അതൊന്നുമല്ല കാരണം നീ ഒറ്റ അക്ഷരം മിണ്ടി പോലെ, നീ ഒറ്റൊരുത്തി എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. നിങ്ങൾക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഇത്രത്തോളം നിങ്ങൾ സങ്കടപ്പെടുന്നല്ലേ, നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് ചിന്തിച്ചോ, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മയാണ് ഞാൻ, അറിയോ, എന്നിട്ടും ഞാൻ ഇത്രയൊക്കെ സഹിച്ചു. ആശുപത്രി കിടക്കയിൽ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ ആദ്യം ചിന്തിച്ചത് നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ അവസ്ഥ എന്താവും, നിങ്ങളുടെ വിഷമം എന്താവും, ഇതൊക്കെ അതെന്തുകൊണ്ടെന്നറിയോ, ഞാൻ ഈ ലോകത്ത് മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിച്ചത് നിങ്ങളെയാണ്. പക്ഷെ നിങ്ങളോ, ഏട്ടൻ എന്നെക്കുറിച്ച് ഒരിക്കലെങ്കിലും ചിന്തിച്ചോ, എൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ എങ്ങനെയാണെന്ന് ചിന്തിച്ചില്ല. സ്വയം കുടിച്ച് നശിക്കുന്നു, എന്നിട്ട് സ്വന്തമായിട്ട് വിഷമം ഇങ്ങനെ നടക്കുമെന്നു അനുഭവിച്ചും കൊണ്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പെരുമാറും. പോട്ടെ, നിനക്ക് ഞാനില്ലേ, സാരില്ല, നീ ക്ഷമിക്കുക എന്നും പറഞ്ഞ് എനിക്ക് കൂടെ നിന്ന് തുണയാവേണ്ട ഒരാളല്ലേ, എന്നിട്ട് നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, എന്നെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല, നിങ്ങൾ കുഞ്ഞിന് വേണ്ടി മാത്രമേ നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളൂ. എനിക്കെല്ലാം മനസ്സിലായി ആനന്ദേട്ടാന്ന് പറയാട്ടോ. എന്നിട്ട് ആനന്ദിനാണെങ്കിൽ മറുപടിയൊന്നും പറയാൻ പറ്റുന്നില്ല, ആകെ ദേഷ്യവും എന്തൊക്കെയോ ഉണ്ട്. പോരാഞ്ഞിട്ടാണെങ്കിൽ ബോധമില്ലല്ലോ. ദേവിയുടെ വർത്തമാനമൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു അവിടെ നിന്ന് എണീറ്റ് നേരെ കട്ടലിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിരിക്കട്ടോ. അപ്പോൾ ദേവി വിട്ടില്ല, ദേവി നേരെ അങ്ങോട്ട് ചെല്ലണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് വീണ്ടും പറയാം, ആനന്ദേട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാനും നിങ്ങളെപ്പോലെ വിഷമാവസ്ഥയിൽ തന്നെയാണ്. എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലേ, ആ ഒരു വേദന അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു അമ്മയുടെ വേദന എന്താണെന്ന് അതുപോലും മനസ്സിലാക്കാതെയാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നോട്. ഞാനെല്ലാം കണ്ടും കേണ്ടും ക്ഷമിച്ചിരിക്കുന്നില്ലേ, പക്ഷേ ഒരു കാര്യമെങ്കിലും ആനന്ദേട്ടൻ മനസ്സിലാക്കണം, ഈ കുഞ്ഞ് ഞാൻ കാരണമല്ല നഷ്ടപ്പെട്ടത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ നോക്കാതിരുന്നിട്ടില്ല, വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഞാൻ നോക്കിയത് ആനന്ദേട്ടാന്ന് പറയട്ടോ. എവിടെ ആനന്ദാണെങ്കിൽ മൈൻഡ് പോലും വെക്കുന്നില്ല കേട്ടോ. ദേവിയെ നോക്കിയിട്ട് ആകെ ഒരു അങ്കലാപ്പിൽ ഇങ്ങനെ കിടക്കാണ്. ദേവി പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആനന്ദേട്ടൻ എന്നെ മനസ്സിലാക്കണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മുടെ കുഞ്ഞും ഞാൻ കാരണമല്ല നഷ്ടപ്പെട്ടത്, അത് ആനന്ദേട്ടൻ അറിയണം എന്നിങ്ങനെ വീണ്ടും വാതുറന്ന് പറയാൻ പോവാട്ടോ ദേവി. പക്ഷേ ആനന്ദാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാതെ ആ കിടക്കാണ് കുടിച്ചു മതിച്ച്. ദേവിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത സങ്കടത്തിലിരിക്കാട്ടോ. പുറത്ത് ആര്യനും ആകാശം കൂടെ അതുപോലെ തന്നെ ഏട്ടൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ പറ്റാണ്ടിരിക്കാട്ടോ. മീനാക്ഷി ആണെങ്കിൽ ചെന്ന്
ഗോമതിയോട് സംസാരിക്കാം കേട്ടോ. എന്നിട്ട് പറഞ്ഞ അമ്മ വിഷമിക്കരുത്, ഒക്കെ ശരിയായി വരും. എന്തായാലും നമ്മുടെ അനുമോളെ നമ്മൾ സൂക്ഷിക്കണം. അവൾ എന്തെങ്കിലും നിങ്ങളൊക്കെ എല്ലാവരും കൂടെ അവിടെ ഒറ്റപ്പെടുത്തിയാൽ അവൾ എന്തെങ്കിലും കടുങ്കയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അനുമോളെ ഇനി ആവശ്യമില്ല അതൊന്നും പറയരുത്. അവരുടെ ഭാഗത്തും സത്യമുണ്ട്, നിരപരാധിത്വം ഉണ്ട്, അത് തെളിയിക്കണം. അത് ഞാനായിട്ട് തന്നെ പറയും, അല്ലെങ്കിൽ അവൾ തന്നെ തെളിയിക്കും. അതുകൊണ്ട് അതുവരെ നിങ്ങൾ അവളെ ഒന്നും പറയല്ലേ, കൊച്ചു മനസ്സ് അവൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും താക്കീത് കൊടുത്തിരുത്താം കേട്ടോ. ഇതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്